ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബേപ്പൂർ വെസ്റ്റ് മാഹിയിൽ രേണുക ഓയിൽ മില്ലിൽ വൻ അഗ്നിബാധ. ജില്ലയിലെ വികസന പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് ജില്ലാ വികസന സമിതി യോഗം. ഖാദി ഓണം മേള 2026 മിഠായിത്തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ തുടക്കം. വിദ്യാർത്ഥികളുടെ ശബ്ദത്തെ അടിച്ചമർത്താനാകില്ലെന്ന് ISM. ഡിവൈഎഫ്ഐ കുതിരവട്ടം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഭകൾക്ക് ആദരം. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ബേപ്പൂർ വെസ്റ്റ് മാഹിയിലെ രേണുക ഓയിൽ മില്ലിൽ വൻ അഗ്നിബാധ. മിൽ പൂർണ്ണമായും കത്തിനശിച്ചു. ആളപായമില്ല. ലക്ഷങ്ങളുടെ നഷ്ടം കണക്കാക്കുന്നു. സ്ഥാപനത്തിൽ നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് വാനും കത്തിയമർന്നു. ബേപ്പൂർ വെസ്റ്റ് മാഹിയിലെ OM റോഡിൽ പോത്താഞ്ചേരി അശോകന്റെ ഉടമസ്ഥതയിലുള്ളതാണ് വെളിച്ചെണ്ണ മിൽ. വൈകിട്ട് 6 മില്ലിന്റെ പ്രവർത്തനം നിർത്തി തൊഴിലാളികൾ താമസ സ്ഥലത്തേക്ക് പോയിരുന്നു. വിറകുപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഡ്രയറിൽ നിന്നാണ് തീ പടർന്നതെന്ന് തൊഴിലാളികൾ പറഞ്ഞു. ആദ്യം തൊഴിലാളികൾ തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും തീ പടരുകയായിരുന്നു. ഒരേ സമയം 2 ഭാഗത്തു നിന്നാണ് തീ കത്തിയത്. വലിയ തോതിൽ തീ ആളിപ്പടരുന്നത് കണ്ട നാട്ടുകാർ അഗ്നിരക്ഷാ സേനയെ അറിയിച്ചു. മീൻചന്തയിൽ നിന്നും 3 യൂണിറ്റ് എത്തി തീ അണയ്ക്കാൻ തുടങ്ങിയെങ്കിലും തീ നിയന്ത്രിക്കാനായില്ല. മില്ലിന്റെ 2 ഭാഗത്തായി പെട്ടിയിലും അല്ലാതെയും സൂക്ഷിച്ച വെളിച്ചെണ്ണ ഉൾപ്പെടെ കത്തി. പല ഭാഗത്തു നിന്നായി വിറക് ഉൾപ്പെടെ പൊട്ടിത്തെറിക്കാനും തുടങ്ങി. ചാക്കുകളിലായി സൂക്ഷിച്ച കൊപ്ര, പൊളിച്ച തേങ്ങ എന്നിവയെല്ലാം കത്തിയമർന്നു. ഇതോടെ ചൂട് വെളിച്ചെണ്ണയും പരന്നു. നിലത്താകെ വെളിച്ചെണ്ണ പരന്നൊഴുകുകയായിരുന്നു. ഒരു ഭാഗത്ത് അഗ്നിരക്ഷാ സേനാംഗങ്ങൾ തീ അണയ്ക്കാൻ തുടങ്ങിയെങ്കിലും മില്ലിൽ വെളിച്ചെണ്ണ സൂക്ഷിച്ച വലിയ സംഭരണിയിലേക്ക് തീ പടർന്നതോടെ തീ ആളിക്കത്തി. തീക്കൊപ്പം കറുത്ത പുകയും പ്രദേശമാകെ വ്യാപിച്ചു. വിവിധ സ്റ്റേഷനുകളിൽ നിന്നായി 15 യൂണിറ്റുകളെത്തി വെള്ളവും ഫോമും ഉപയോഗിച്ചതോടെയാണ് തീ നിയന്ത്രണ വിധേയമായത്. തീപിടുത്തത്തിന്റെ കാരണവും നാശനഷ്ടങ്ങളുടെ വ്യാപ്തിയും വ്യക്തമായിട്ടില്ല. സമീപ പ്രദേശങ്ങളിലേക്ക് തീ പടരാതിരിക്കാൻ അഗ്നിരക്ഷാസേന ജാഗ്രതാ നടപടികൾ സ്വീകരിച്ചത് വലിയ ആശ്വാസമായി. ജില്ലാ ഫയർ ഓഫീസർ ജോസഫ്, മീഞ്ചന്ത സ്റ്റേഷൻ ഓഫീസർ TK ശരത്, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ E ഷിഹാബുദ്ദീൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം. നാട്ടുകാരും ബേപ്പൂർ, നല്ലളം, മാറാട് എന്നിവിടങ്ങളിൽ നിന്നും പോലീസും സ്ഥലത്തെത്തി. തീ ആളിപ്പടർന്നതോടെ വൈദ്യുതിയും മുടങ്ങി. പിന്നീട് ജനറേറ്റർ ഉപയോഗിച്ച് ലൈറ്റ് കത്തിച്ചാണ് അഗ്നിരക്ഷാസേന പ്രവർത്തനം തുടർന്നത്. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ജില്ലയിലെ വികസന പ്രവർത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് ജില്ലാ വികസന സമിതി യോഗം. ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ MLA-മാർ അവരുടെ മണ്ഡലങ്ങളിലെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു. നടപടികളും ആവശ്യപ്പെട്ടു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന വികസന സമിതി യോഗത്തിൽ ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. ചിപ്പിലിത്തോട് വയനാട് ബദൽപാത പ്രവൃത്തിയുടെ DPR നടപടികൾ വേഗത്തിലാക്കണമെന്ന് CK കാസിം MLA ആവശ്യപ്പെട്ടു. DPR കൺസൾട്ടന്റിനായുള്ള ടെൻഡർ നടപടികൾ ദേശീയപാത അധികൃതർ സ്വീകരിച്ചതായി PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. നൊച്ചാട്, ചക്കിട്ടപ്പാറ, ചെമ്പനോട, ചങ്ങരോത്ത് വില്ലേജുകളിലെ പട്ടയ വിതരണ നടപടി ത്വരിതപ്പെടുത്തണമെന്ന് അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയ MLA ആവശ്യപ്പെട്ടു. നൊച്ചാട് വില്ലേജിൽ 69 പേർക്ക് കൈവശരേഖ അനുവദിച്ചതായും ചക്കിട്ടപ്പാറയിൽ 25 അപേക്ഷകരിൽ അർഹരായ 11 കുടുംബങ്ങൾക്ക് പട്ടയം നൽകിയതായും മറ്റ് വില്ലേജുകളിൽ നൽകുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നതായും റവന്യൂ ഉദ്യോഗസ്ഥർ അറിയിച്ചു.
നടുത്തുരുത്തി കടവ് പാലം നിർമ്മാണത്തിനുള്ള സാധ്യതകൾ പരിശോധിക്കാൻ പ്രത്യേക യോഗം വിളിക്കണമെന്ന് വിദ്യാ ബാലകൃഷ്ണൻ MLA ആവശ്യപ്പെട്ടു. മണ്ഡലത്തിലെ വിവിധ റോഡുകളുടെ പ്രവൃത്തികളും ചീക്കിലോട് സ്റ്റേഡിയം നിർമ്മാണവും കുരുവട്ടൂർ ഹെൽത്ത് സെന്ററിനെ സാമൂഹികാരോഗ്യ കേന്ദ്രമാക്കാനുള്ള നടപടികളും ത്വരിതഗതിയിലാക്കണമെന്നും MLA അഭ്യർത്ഥിച്ചു. ആവിക്കൽ കാരിയാടി കടൽഭിത്തി സംരക്ഷണത്തിന് ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ അനുവദിക്കാൻ നടപടി വേണമെന്ന് യോഗത്തിൽ ഓൺലൈനായി പങ്കെടുത്ത KK രമ MLA ആവശ്യപ്പെട്ടു. വടകര റവന്യൂ ടവർ നിർമ്മാണത്തിനുള്ള തടസ്സങ്ങൾ ഉടൻ നീക്കണമെന്നും MLA പറഞ്ഞു. കടലാക്രമണം രൂക്ഷമായ കാപ്പാട് പ്രദേശത്ത് പ്രതികൂല കാലാവസ്ഥ കാരണം കടൽഭിത്തി നിർമ്മാണം വൈകുന്നതിനാൽ താൽക്കാലിക പരിഹാരമായി സാൻഡ് ബാഗുകൾ ഇറക്കി റോഡ് സംരക്ഷിക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട അപേക്ഷകളിൽ അടിയന്തരമായി പരിഹരിക്കേണ്ടവർക്ക് മുൻഗണന നൽകുമെന്നും കളക്ടർ പറഞ്ഞു. നവകേരള പ്രവർത്തികളുടെ അവലോകനവും യോഗത്തിൽ നടന്നു. അസിസ്റ്റന്റ് കളക്ടർ മാളവിക ജി നായർ, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ PR രത്നേഷ്, വിവിധ വകുപ്പ് മേധാവികൾ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഖാദി ഓണം മേളയ്ക്ക് മിഠായിത്തെരുവ് എംപോറിയത്തിൽ തുടക്കമായി. ഇത്തവണ ഖാദി സൂപ്പർ മാർക്കറ്റും ഒരുക്കിയിട്ടുണ്ട്. മേളയുടെ ഉദ്ഘാടനം മന്ത്രി AP അനിൽകുമാറും സൂപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം ഫൈസൽ ബാബു MLAയും നിർവഹിച്ചു. ഖാദി ഓണം മേള 2026 ജില്ലാതല ഉദ്ഘാടനവും ഖാദി സൂപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനവും മിഠായിത്തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ നടന്നു. ഖാദി മേളയുടെ ഉദ്ഘാടനവും ഖാദി റെഡിമെയ്ഡ് ഷർട്ടിന്റെ പ്രകാശനവും മന്ത്രി AP അനിൽകുമാർ നിർവഹിച്ചു. ഖാദി ആദ്യ വിൽപ്പന K രാജീവും സ്വദേശി സ്വാദ് ഓണക്കിറ്റിന്റെ ആദ്യ വിൽപ്പന V സരിജയും ഏറ്റുവാങ്ങി. ഓണമേളയിൽ നല്ല ഒരു റിഡക്ഷൻ എല്ലാ വർഷവും കൊടുക്കുന്നു. ഈ വർഷവും അത് അതേ രീതിയിൽ തന്നെ തുടർന്നു പോകുന്നു. ബുദ്ധിമുട്ടുകൾക്കിടയിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഖാദി ചെയ്യുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. എങ്കിൽ പോലും ഓണക്കാലത്ത് ഖാദി ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് ലഭിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഈ സന്ദർഭങ്ങളിൽ കൂടുതൽ ആളുകൾ ഇന്ന് വിലക്കുറവ് കൂടി ഉള്ളതുകൊണ്ട് കൂടുതൽ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനും കഴിയുന്ന സാഹചര്യമുണ്ട്. കുറേയേറെയെങ്കിലും നമുക്ക് ഖാദി ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ കഴിയുന്നത് ഇത്തരം മേളകളിലൂടെയാണ്. അത് കൂടുതൽ മേളകളുടെയും അല്ലാതെയും ഒക്കെ വിറ്റഴിക്കാൻ കഴിയണമെങ്കിൽ എല്ലാവരുടെയും സഹായവും സഹകരണവും ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് മേയർ O സദാശിവൻ അധ്യക്ഷനായിരുന്നു. കോർപ്പറേഷൻ കൗൺസിലർ ശ്രീജ C നായർ സമ്മാന കൂപ്പൺ ഉദ്ഘാടനം ചെയ്തു. തേനീച്ച കർഷകനുള്ള സംസ്ഥാന പുരസ്കാര ജേതാവായ TK രാജു, ഖാദി സൂപ്പർ മാർക്കറ്റ് ആർക്കിടെക്ട് TP ഷാജി, യോഗാചാര്യൻ ബൈജു ചക്യാടത്ത് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കോഴിക്കോട് സർവോദയ സംഘം പ്രസിഡന്റ് KK മുരളീധരൻ, V ഷിബു, K രാജേഷ് കുമാർ, PR സന്തോഷ്, KP അമ്മുക്കുട്ടി, അലക്സ് P ജേക്കബ്, AK ശ്യാം പ്രസാദ്, T ഷൈജു എന്നിവർ സംസാരിച്ചു. സൂപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം VK ഫൈസൽ ബാബു MLA നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ഓണം ഖാദി മേള മിഠായിത്തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. ധോത്തികൾ, സിൽക്ക് സാരികൾ, കലംകരി ഉൽപ്പന്നങ്ങൾ, ബെഡ്ഷീറ്റ്, കോട്ടൺ സാരികൾ, ചുരിദാറുകൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, പാലക്കാടൻ മൺപാത്രങ്ങൾ, ജൂട്ട് ബാഗുകൾ, തേക്കിൽ നിർമ്മിച്ച ഫർണിച്ചറുകൾ. ഖാദി തുണിത്തരങ്ങൾക്ക് 30% റിബേറ്റ്. ഫർണിച്ചറുകൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% കിഴിവ്. കൂടാതെ കാർ, സ്കൂട്ടർ ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങളും ഗിഫ്റ്റ് വൗച്ചറുകളും. ഓണം ഖാദി മേള മിഠായിത്തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. ദൈനംദിന ആവശ്യ സാധനങ്ങളുമായി ഇനി മുതൽ പുതിയ സൂപ്പർ മാർക്കറ്റും. ഖാദി ഗ്രാമോദ്योग എംപോറിയം, മിഠായിത്തെരുവ്, കോഴിക്കോട്. കുറഞ്ഞ വിലയിൽ മികച്ച നിലവാരമുള്ള വസ്ത്രങ്ങൾ തേടുകയാണോ നിങ്ങൾ? എങ്കിൽ കോഴിക്കോട് CSI ഹാളിൽ നടക്കുന്ന വമ്പൻ വസ്ത്ര ഹാൻഡ്ലൂം മേളയിലേക്ക് സ്വാഗതം. കോട്ടൺ സിൽക്ക് സാരികൾ, ഡ്രസ് മെറ്റീരിയൽസ്, ടോപ്പുകൾ, മോഡൽ സിൽക്ക് സാരികൾ,
കൈത്തറി വസ്ത്രങ്ങൾ, ബോഡി കുർത്ത, സ്യൂട്ട് പീസുകൾ, ഒഡീഷ സാരികൾ, ബംഗാളി സാരികൾ തുടങ്ങി നിരവധി മനോഹരമായ ഡിസൈനുകൾ നിങ്ങളെ കാത്തിരിക്കുന്നു. ജയ്പൂർ സ്റ്റോൺ ജ്വല്ലറി, മസ്ലിൻ സാരികൾ, ബെഡ്ഷീറ്റ് തുണികൾ, കുഷൻ കവറുകൾ, കർട്ടനുകൾ, സോഫ കവറുകൾ എന്നിവയും പ്രത്യേക ആകർഷണങ്ങളാണ്. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും പ്രത്യേക ഓഫർ വില. ദിവസവും രാവിലെ 10:30 മുതൽ 9 വരെ മേള സന്ദർശിക്കാം. CSI ഹാൾ, കോഴിക്കോട്. കൂടുതൽ വിവരങ്ങൾക്ക് 8095688238 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. CSI ഹാളിലെ വസ്ത്ര ഹാൻഡ്ലൂം മേള ഓഗസ്റ്റ് 2 വരെ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. വിദ്യാർത്ഥികളുടെ ശബ്ദത്തെ അടിച്ചമർത്താനാകില്ലെന്ന് ISM. ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നും കോഴിക്കോട്ട് നടന്ന ഐക്യദാർഢ്യ സംഗമം ആവശ്യപ്പെട്ടു. ഡൽഹിയിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ISM കോഴിക്കോട് കടപ്പുറത്തെ ഫ്രീഡം സ്ക്വയറിൽ ഐക്യദാർഢ്യ സംഗമം സംഘടിപ്പിച്ചു. ഫൈസൽ ബാബു MLA ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ ശബ്ദത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾക്കെതിരാണെന്ന് സംഗമം അഭിപ്രായപ്പെട്ടു. രാജ്യത്തിന്റെ ഭാവി നിർണയിക്കുന്ന യുവതലമുറയുടെ ആശങ്കകൾ കേൾക്കുകയും അവരുടെ ആവശ്യങ്ങൾക്ക് പരിഹാരം കാണുകയും ചെയ്യുന്നതിനു പകരം പ്രതിഷേധങ്ങളെ ബലപ്രയോഗത്തിലൂടെ നേരിടുന്നത് ജനാധിപത്യ ഭരണകൂടത്തിന് യോജിച്ചതല്ലെന്നും സംഗമം അഭിപ്രായപ്പെട്ടു. പരിപാടിയിൽ ISM സംസ്ഥാന സെക്രട്ടറി ഷുക്കൂർ സുലാഹി അധ്യക്ഷനായിരുന്നു. ഡോക്ടർ ഹുസൈൻ മടവൂർ, A സജീവൻ, നിജേഷ് അരവിന്ദ്, ലിജീഷ്, മിസ്ഹബ് കീഴരിയൂർ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രതിഭകൾക്ക് DYFI കുതിരവട്ട യൂണിറ്റിന്റെ ആദരം. SSLC, +2 വിജയികൾക്കും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കുമാണ് ആദരമൊരുക്കിയത്. ആദരവ് പരിപാടി ഡെപ്യൂട്ടി മേയർ ഡോക്ടർ S ജയശ്രീ ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ യുവസമൂഹത്തെ നന്മയുടെ വഴിയിലേക്ക് കൈപിടിച്ചു നടത്തുകയും നാട് പതറിപ്പോയ കാലങ്ങളിലൊക്കെയും നാടിന് കാവലാളാവാനും ദുരന്തങ്ങളിൽ സ്നേഹമുഖമായി നിലകൊള്ളാനും DYFI കുതിരവട്ടം യൂണിറ്റിന് സാധിച്ചിട്ടുണ്ട്. കലാസാംസ്കാരിക മേഖലകളിൽ നിരവധി പ്രതിഭകളെ സംഭാവന ചെയ്ത കുതിരവട്ടം പ്രദേശത്തു നിന്നും പഠന മികവിലും കലാസാംസ്കാരിക കായിക രംഗത്തും പ്രതിഭകളായി മാറിയവരെയും DYFI കുതിരവട്ടം യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. SK സാംസ്കാരിക കേന്ദ്രത്തിൽ വെച്ച് നടന്ന പരിപാടി ഡെപ്യൂട്ടി മേയർ ഡോക്ടർ S ജയശ്രീ ഉദ്ഘാടനം ചെയ്തു. പ്രതിഭകൾക്കുള്ള ഉപഹാര സമർപ്പണവും അവർ നിർവഹിച്ചു. നമുക്കറിയാം, SSLCയും +2 യഥാർത്ഥത്തിൽ ഏതൊരു ആളുടെയും ജീവിതത്തിലെ 2 പ്രധാനപ്പെട്ട നാഴികക്കല്ലുകളാണെന്ന് വേണമെങ്കിൽ പറയാം. SSLC നിങ്ങളുടെ ജനറൽ വിദ്യാഭ്യാസം തീരുകയും നിങ്ങൾ കൂടുതൽ സ്പെഷ്യലൈസ്ഡ് മേഖലകളിലേക്ക് +1 മുതൽ പോവുകയും ചെയ്യുകയാണ്. 10ാം ക്ലാസ് വരെ മാത്രമേ നമ്മൾ എല്ലാ സബ്ജക്റ്റും പഠിക്കുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ സെലക്റ്റീവായിട്ട് നമുക്ക് താല്പര്യമുള്ള സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്ത് പഠിക്കുകയാണ് ചെയ്യുക. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ 10ാം ക്ലാസ് പഠനം എത്തുമ്പോഴത്തേക്കും കുട്ടികൾ അവരവരുടെ കഴിവുകൾ മനസ്സിലാക്കാൻ പ്രാപ്തരാകും. എനിക്ക് കൂടുതൽ ആപ്റ്റായിട്ടുള്ളത് ഏത് മേഖലയാണ് എന്ന് സ്വയം മനസ്സിലാക്കാൻ പ്രാപ്തരാകുമെന്നാണ് നമ്മൾ കരുതുക. DYFI കുതിരവട്ടം യൂണിറ്റ് സെക്രട്ടറി അഖിൽ PK അധ്യക്ഷനായിരുന്നു. CPIM പറയഞ്ചേരി ലോക്കൽ സെക്രട്ടറി N ശ്രീപാൽ, DYFI പറയഞ്ചേരി മേഖലാ സെക്രട്ടറി അരുൺ ദിവാകരൻ, P ദിവാകരൻ, ചേമ്പിൽ വിവേകാനന്ദൻ, K അജിത് കുമാർ, ബിജു EP തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിക്ക് DYFI കുതിരവട്ടം യൂണിറ്റ് പ്രസിഡന്റ് P സുരേഷ്, പറയഞ്ചേരി മേഖലാ പ്രസിഡന്റ് മനു M തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേന്ദ്ര സർക്കാരിന്റെ പരീക്ഷാ ക്രമക്കേടിനെതിരെ CMP പ്രതിഷേധിച്ചു. കോഴിക്കോട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ റാലി നടത്തി. കേന്ദ്ര ഗവൺമെന്റിന്റെ പരീക്ഷാ ക്രമക്കേടിനെതിരെ CMP കോഴിക്കോട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി നടത്തി. ചാലപ്പുറത്തു നിന്നും ആരംഭിച്ച റാലി പാളയം ജയന്തി ബിൽഡിംഗിന് സമീപം സമാപിച്ചു. സമാപന യോഗം
CMP സംസ്ഥാന സെക്രട്ടറി CN വിജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സമരം ചെയ്ത വിദ്യാർത്ഥികളെയും പ്രതിപക്ഷ MPമാരെയും പോലീസ് മർദ്ദിച്ചതിൽ അദ്ദേഹം പ്രതിഷേധിക്കുകയും വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഏജൻസികൾക്ക് ഏൽപ്പിക്കുക. നീറ്റ് പരീക്ഷയും ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ഏജൻസികളെ ഏൽപ്പിച്ചു. അത് ചോർന്നു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളിൽ അഴിമതി നടന്നു, പഠിക്കാത്തവർ ജയിച്ചു, പഠിച്ചവർ തോൽക്കുകയൊക്കെ ചെയ്തു. അതിനെതിരെയുള്ള ഒരു വലിയൊരു സമരമാണ് ചെറുപ്പക്കാർ നടത്തിയത്. എനിക്ക് തോന്നിയത് ഈ ചെറുപ്പക്കാർ ഇപ്പം തുടങ്ങിയിട്ടുള്ള ഈ സമരമുണ്ടല്ലോ, അത് ആർക്കും അവരെ പിടിച്ചു കെട്ടാൻ കഴിയില്ല. ഒരു പ്രശ്നം വന്നാൽ ജനങ്ങൾ ഇറങ്ങിത്തിരിക്കും എന്നുള്ളതാണ്. ഇത് ചൈനയിലും നടന്നിട്ടുണ്ട്. ചെറുപ്പക്കാരുടെ ഒരു പ്രക്ഷോഭം ചൈനയിലും നടന്നിട്ടുണ്ട്. അത് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അടിച്ചമർത്തുകയാണ്, വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തിട്ടുള്ളത്. CMP ജില്ലാ സെക്രട്ടറി P ബാലഗംഗാധരൻ അധ്യക്ഷനായിരുന്നു. ഏരിയ സെക്രട്ടറി A അബ്ദുൽ അസീസ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ചാലിൽ മൊയ്തീൻ കോയ, കായക്കൽ അഷറഫ്, കോഴിക്കോട് ഏരിയ ജോയിന്റ് സെക്രട്ടറി മനോജ് ചെറുവണ്ണൂർ, ഏരിയ കമ്മിറ്റി അംഗമായ V സജീവ് എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ ധോത്തികൾ, സിൽക്ക് സാരികൾ, കലംകരി ഉൽപ്പന്നങ്ങൾ, ബെഡ്ഷീറ്റ്, കോട്ടൺ സാരികൾ, ചുരിദാറുകൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, പാലക്കാടൻ മൺപാത്രങ്ങൾ, ജൂട്ട് ബാഗുകൾ, തേക്കിൽ നിർമ്മിച്ച ഫർണിച്ചറുകൾ. ഖാദി തുണിത്തരങ്ങൾക്ക് 30% റിബേറ്റ്. ഫർണിച്ചറുകൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% കിഴിവ്. കൂടാതെ കാർ, സ്കൂട്ടർ ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങളും ഗിഫ്റ്റ് വൗച്ചറുകളും. ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. ദൈനംദിന ആവശ്യ സാധനങ്ങളുമായി ഇനി മുതൽ പുതിയ സൂപ്പർ മാർക്കറ്റും. ഖാദി ഗ്രാമോദ്योग എംപോറിയം, മിഠായി തെരുവ്, കോഴിക്കോട്. കുറഞ്ഞ വിലയിൽ മികച്ച നിലവാരമുള്ള വസ്ത്രങ്ങൾ തേടുകയാണോ നിങ്ങൾ? എങ്കിൽ കോഴിക്കോട് CSI ഹാളിൽ നടക്കുന്ന വമ്പൻ വസ്ത്ര ഹാൻഡ്ലൂം മേളയിലേക്ക് സ്വാഗതം. കോട്ടൺ സിൽക്ക് സാരികൾ, ഡ്രസ് മെറ്റീരിയൽസ്, ടോപ്പുകൾ, മോഡൽ സിൽക്ക് സാരികൾ, കൈത്തറി വസ്ത്രങ്ങൾ, ബോഡി കുർത്ത, സ്യൂട്ട് പീസുകൾ, ഒഡീഷ സാരികൾ, ബംഗാളി സാരികൾ തുടങ്ങി നിരവധി മനോഹരമായ ഡിസൈനുകൾ നിങ്ങളെ കാത്തിരിക്കുന്നു. ജയ്പൂർ സ്റ്റോൺ ജ്വല്ലറി, മസ്ലിൻ സാരികൾ, ബെഡ്ഷീറ്റ് തുണികൾ, കുഷൻ കവറുകൾ, കർട്ടനുകൾ, സോഫ കവറുകൾ എന്നിവയും പ്രത്യേക ആകർഷണങ്ങളാണ്. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും പ്രത്യേക ഓഫർ വില. ദിവസവും രാവിലെ 10:30 മുതൽ 9 വരെ മേള സന്ദർശിക്കാം. CSI ഹാൾ, കോഴിക്കോട്. കൂടുതൽ വിവരങ്ങൾക്ക് 8095688238 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. CSI ഹാളിലെ വസ്ത്ര ഹാൻഡ്ലൂം മേള ഓഗസ്റ്റ് 2 വരെ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. വാർത്തകൾ തുടരുന്നു. യുവതരംഗ് കോഴിക്കോടും വാർമുകിൽ ഫൗണ്ടേഷനും ചേർന്ന് ആഴ്ചവട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഫാനുകൾ നൽകി. സ്കൂളിലെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് ക്ലാസ്സിൽ ഫാനില്ലാതെ ബുദ്ധിമുട്ടിയിരുന്നത്. കഠിന വേനലിലും വിയർത്തൊലിച്ച് പഠനം നടത്തേണ്ടി വരുന്ന ആഴ്ചവട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ആശ്വാസത്തിന്റെ കുളിർക്കാറ്റുമായി സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ സംഘടനകളായ യുവതരംഗ് കോഴിക്കോടും വാർമുകിൽ ഫൗണ്ടേഷനും എത്തി. ഫാൻ സൗകര്യമില്ലാത്ത സ്കൂളിലെ 5ാം തരം മുതൽ 10ാം തരം വരെയുള്ള ക്ലാസുകളിലേക്ക് ആവശ്യമായ ഫാനുകൾ സമ്മാനിച്ചു. യുവതരംഗിന്റെയും വാർമുകിലിന്റെയും ചെയർമാനായ AV റഷീദ് അലിയുടെ അധ്യക്ഷതയിൽ സ്കൂൾ ഹാളിൽ ചേർന്ന ചടങ്ങിൽ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സാറ ജാഫർ ഫാനുകൾ ഹെഡ്മാസ്റ്റർ PT മുഹമ്മദ് മുസ്തഫയ്ക്ക് കൈമാറി. വാർഡ് കൗൺസിലർ BV മുഹമ്മദ് അഷറഫ്, PTA പ്രസിഡന്റ് പ്രജിന K, PT മുഹമ്മദ് മുസ്തഫ, KP മുഹമ്മദ് അസ്ലം, V രശ്മി, VM ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
ജൂലൈ 30 ആരംഭിക്കുന്ന മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ പ്രചരണത്തിനായി സൺഡേ ഫൺ റൈഡ് നടത്തി. ബുള്ളറ്റ് യാത്രയുടെ ഉദ്ഘാടനം മാനാഞ്ചിറയിൽ കെ ജയന്ത് MLA നിർവഹിച്ചു. വിവിധ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച യാത്ര കോടഞ്ചേരിയിൽ സമാപിച്ചു. സംസ്ഥാന ടൂറിസം വകുപ്പും കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും ത്രിതല പഞ്ചായത്തും ചേർന്നാണ് ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 2 വരെ ഇരുവഞ്ഞിപ്പുഴയിലും ചാലിപ്പുഴയിലുമായി മലബാർ റിവർ ഫെസ്റ്റിവൽ രാജ്യാന്തര വൈറ്റ് കാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത്. ചാമ്പ്യൻഷിപ്പിന്റെ പ്രചരണാർത്ഥമാണ് സൺഡേ ഫൺ റൈഡ് ബുള്ളറ്റ് യാത്ര നടത്തിയത്. കാലിക്കറ്റ് ബുള്ളറ്റ് ക്ലബിന്റെയും ഫോഗി മൗണ്ടൻ അമ്യൂസ്മെന്റ് പാർക്ക് ആൻഡ് റിസോർട്ടിന്റെയും സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. കോഴിക്കോട് ബീച്ചിൽ നിന്നും ആരംഭിച്ച യാത്രയുടെ ഉദ്ഘാടനം കെ ജയന്ത് MLA നിർവഹിച്ചു. കാലിക്കറ്റ് ബുള്ളറ്റ് ക്ലബ്ബ് പ്രസിഡന്റ് MK അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി CEO ബിനു കുര്യാക്കോസ്, കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി, റിവർ ഫെസ്റ്റിവൽ കോർഡിനേറ്റർമാരായ പോൾസൺ അറക്കൽ, ബെനീറ്റോ ചാക്കോ എന്നിവർ സംസാരിച്ചു. കാലിക്കറ്റ് ബുള്ളറ്റ് ക്ലബ്ബ് ഭാരവാഹികളായ OK ഷഹീർ, BK സുർജിത് സിംഗ്, KA അഭിലാഷ്, മനാഫ്, അഷറഫ് എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി. മാനാഞ്ചിറ, കുന്നമംഗലം, RCC, മുക്കം, തിരുവമ്പാടി, കൂടരഞ്ഞി, കക്കാടംപൊയിൽ, തുഷാരഗിരി, പുലിക്കയം കയാക്കിംഗ് സെന്റർ എന്നിവിടങ്ങളിലൂടെയുള്ള യാത്ര കോടഞ്ചേരി ടൗണിൽ സമാപിച്ചു. സമാപന ചടങ്ങ് കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അന്നക്കുട്ടി ദേവസ്യ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, താമരശ്ശേരി. 12ാമത് എലിസ്റ്റോ ടെഫ ഫുട്ബോൾ ടൂർണമെന്റിൽ പ്രാഥമിക റൗണ്ട് മത്സരങ്ങൾ ആവേശകരമായി പുരോഗമിക്കുന്നു. കോഴിക്കോട് ചെറുവണ്ണൂർ അഡ്രസ് ടർഫ് ഗ്രൗണ്ടിൽ ഫാത്തിമ തഹലിയ MLA ഉദ്ഘാടനം ചെയ്തു. കളിക്കളത്തിൽ 12 ടീമുകൾ അണിനിരന്ന മാർച്ച് പാസ്റ്റോടെയാണ് ഉദ്ഘാടന ചടങ്ങ് ആരംഭിച്ചത്. ഡൽഹിയിലെ വിദ്യാർത്ഥി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ടീം ടർഫിസം ഉയർത്തിയ സന്ദേശ ബാനർ ശ്രദ്ധേയമായി. ടൂർണമെന്റ് ഫാത്തിമ തഹലിയ MLA കിക്ക് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ടെഫ ചെയർമാൻ ആദം OG അധ്യക്ഷനായിരുന്നു. എലിസ്റ്റോ പ്രതിനിധി PT ഫൈസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. CA ഉമ്മർ കോയ, PV മുഹമ്മദ് യൂനിസ്, ഹാഷിം കടക്കലകം, ഷിഫ്സുറഹ്മാൻ തുടങ്ങിയവരും സംബന്ധിച്ചു. വ്യാഴാഴ്ച നടന്ന മത്സരങ്ങളിൽ യങ്സ്റ്റേഴ്സ് വിഭാഗത്തിൽ ടർഫ് മാസ്റ്റേഴ്സ് 2-1 ടാസ്ക് ചെമ്മങ്ങാടിനെയും ടീം മെയ്ഡ് 2-1 ടീം ടർഫിസത്തെയും പരാജയപ്പെടുത്തി. മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ ടീം ദോസ്തി 2-0 കീപ് സൈക്കിനെയും അൽമാസ് 3-1 മിയോറ ഗോൾഡിനെയും തോൽപ്പിച്ചു. സെമി ഫൈനൽ ശനിയാഴ്ചയും ഫൈനൽ റൗണ്ട് ഞായറാഴ്ച വൈകിട്ടും നടക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബേപ്പൂർ വെസ്റ്റ് മാഹിയിൽ രേണുക ഓയിൽ മില്ലിൽ വൻ അഗ്നിബാധ. ജില്ലയിലെ വികസന പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് ജില്ലാ വികസന സമിതി യോഗം. ഖാദി ഓണം മേള 2026 മിഠായിത്തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ തുടക്കം. വിദ്യാർത്ഥികളുടെ ശബ്ദത്തെ അടിച്ചമർത്താനാകില്ലെന്ന് ISM.
ഡിവൈഎഫ്ഐ കുതിരവട്ടം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഭകൾക്ക് ആദരം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.